ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് എങ്ങനെയൊക്കെ വോയിസ് കൊടുക്കാൻ നോക്കിയിട്ടും അത് ശരിയാവണില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഇങ്ങോട്ട് പറയാമെന്ന്. അതാവുമ്പം എനിക്കൊരു മനസ്സംതൃപ്തി തോന്നുമല്ലോ. കരാട്ട പഠിക്കാത്ത ഞാൻ ഇത്രയും അഹങ്കാരിയും തൻ്റെടിയാണെന്നുണ്ടെങ്കിൽ കരാട്ട പഠിച്ച ഓള് നാളെ ആരാവും? ആരാടിയെന്ന് ചോദിച്ചാൽ എന്താടിയെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഓളെ വളർത്തുന്നത്. ഞാനല്ല, ഞങ്ങൾ ഓളെ വളർത്തുന്നത്. തൻ്റെടി ആവട്ടെ, അഹങ്കാരി ആവട്ടെ, അങ്ങനെ അങ്ങോട്ട് വളരട്ടെ. ഇന്നത്തെ പെൺകുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അത്രയും വിൽ പവറോട് കൂടിയിട്ടേ അവർക്ക് വളർന്നാലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഇൻ്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അവളുടെ സ്കൂളിൽ നിന്ന് അവളുടെ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. വളരെ പ്രൗഡായൊരു മൊമെൻറ്റാണ്. കരാട്ടയിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. എനിക്ക് എന്താ പറയണമെന്ന് കിട്ടുന്നില്ല. സങ്കടം വരുന്നുണ്ട്. പക്ഷേ തൻ്റെടികളും അഹങ്കാരികളുമായിട്ടുള്ളവർ കരയുന്നതിലൊരു രസമില്ലല്ലോ. അതുകൊണ്ട് അതങ്ങോട്ട് വിഴുങ്ങുകയാണ് കേട്ടോ. കണ്ണിൽ നിറഞ്ഞത് കണ്ണിൽ തന്നെ അങ്ങ് തീരട്ടെ എന്നുള്ളൊരവസ്ഥ. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ചിലവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം പൈസയൊക്കെ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു ചിലവും ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതും ഒരു തൻ്റെ ഇടം തന്നെയാണ്. അങ്ങനെ കുറച്ച് പുസ്തകമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്.